ഹലോ മക്കളെ, ഓണം എക്സാമിനകത്ത് മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോധ ബാച്ച് ഉള്ളത്. യോധ ബാച്ചിനകത്ത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് ഫുൾ മാർക്ക് നമുക്ക് നേടാം. അപ്പോൾ മക്കളെ, എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും NMMS എക്സാമിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ പവേഴ്സ് ഉണ്ടല്ലോ, യൂറോപ്യൻ ശക്തികളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു ഓർഡർ ആണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഡച്ച് ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്. ഇതിനകത്ത് ആരാണ് ആദ്യം കേരളത്തിലേക്ക് വന്നത്? അത് നമ്മൾ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, വന്നതിനനുസരിച്ച് ഓർഡർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വന്നത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ പോർച്ചുഗീസുകാരാണ് ഫസ്റ്റ് വന്നത്. പോർച്ചുഗീസിന് ശേഷം രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത്തതാണ് ബ്രിട്ടീഷുകാരാണ്, നാലാമത്തത് എന്താണ്, ഫ്രഞ്ചുകാരാണ് വന്നത്. ഇതാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മക്കളെ, ഇത് പഠിക്കണമെങ്കിൽ ഒരു കിടിലനായിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ മാർക്ക് വാങ്ങാം. അത് വേറൊന്നല്ല, അത് ഇതാണ് മക്കളെ. ഈ പറയുന്ന ഒരു കോഡ് ഇതാണ്. ഇതാ പിടിച്ചോ, അതേ പിടിച്ചോ, അത് ഇതാണ്. പോഡാ ബീഫെ എന്ന് പറയുന്ന ഒരു കോഡ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പോഡാ ബീഫെ. എന്താ പോഡാ ബീഫെ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, പി മീൻസ് നിങ്ങൾ നോക്ക്, ഫസ്റ്റ് വന്ന പോർച്ചുഗീസ് ആണ്. ഡി മീൻസ് ആരാണ്, ഇതേപോലെ തന്നെ ഡച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ബി മീൻസ് പിന്നീട് വന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ അവർക്ക് ശേഷം വന്ന ആൾക്കാരാണ് എഫ് മീൻസ് ഫ്രഞ്ച്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡിലൂടെ നിങ്ങൾ നോക്ക്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിലൂടെ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ട്രിക്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സൈലത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ബാച്ചിനകത്തുള്ളത്. സോ യോധ ബാച്ചിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൽ വരുന്ന ഓരോ ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ NMMSന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മോസ് ബാച്ച്. സോ ബ്രഹ്മോസ് ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ബ്രഹ്മോസ് ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഒരു പൈസയും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക. NMMSഉം ഈ വരുന്ന ക്രിസ്മസ് എക്സാമും നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, തൂക്കണം. സോ ബൈ മക്കളെ.